നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയിൽ ആ മുന്നണിയും CPM നേതൃത്വവും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്ക് ഇടതുപക്ഷ കേരളവും വഴിമാറും. രാഹുൽ ഇഫക്റ്റാണ് 2019 എന്ന പോലെ 2024 സംഭവിച്ചത് എന്ന ഒരു വാദത്തിന് പറയാമെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളതെന്ന് യാഥാർത്ഥ്യം. പ്രധാനമായും 3 കാരണങ്ങളാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. അതിൽ പ്രധാനം സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തി തന്നെയാണ്. തുടർച്ചയായി ഭരണം നടത്തുന്ന ഏത് സർക്കാരിനെയും സ്വാഭാവികമായും എതിർപ്പുകളും ശക്തമാകും. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ സർക്കാർ CPM വിരുദ്ധ ക്യാമ്പയിനും അത് ഏറ്റെടുത്ത് UDF-ഉം BJP-യും നടത്തിയ പ്രചാരണങ്ങളും ഒരു പരിധിവരെ ജനങ്ങൾക്കിടയിൽ ഏശിയിട്ടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇത്തരം സംഘടിത ക്യാമ്പയിനുകളെ ഫലപ്രദമായി നേരിടാൻ CPM സംവിധാനങ്ങൾക്കും കഴിഞ്ഞില്ല. ഇതൊരു വലിയ പോരായ്മ തന്നെയാണെന്നതും പറയാതെയും വയ്യ. തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ രണ്ടാമത്തെ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗുരുതര പിഴവാണ്. കാസർഗോഡ്, കൊല്ലം, പൊന്നാനി, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വലിയ പിഴവാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ TV രാജേഷ്, അഖിലേന്ത്യാ കിസാൻ സഭ നേതാവ് വിജു കൃഷ്ണൻ, PP ദിവ്യ, VPP മുസ്തഫ എന്നിവരിൽ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഫലം തന്നെ തിരിച്ചാവുമായിരുന്നു. CPM-ന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 2019 അട്ടിമറി വിജയം നേടിയ രാജ്മോഹൻ ഉണ്ണിത്താന് ആ വിജയം ആവർത്തിക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇത്തവണ മണ്ഡലത്തിലില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് തന്നെ. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ പ്രായം പോലും പരിഗണിക്കാതെ സ്ഥാനാർത്ഥിയാക്കിയത് ആരുടെ താല്പര്യപ്രകാരമാണെന്നതും അറിയേണ്ടതുണ്ട്. പ്രചാരണ രംഗത്ത് ഒരു വലിയ പരാജയമായി മാറിയ സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ എന്നതും ഇതിനകം തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിച്ചത് എന്നും പറഞ്ഞും സ്ഥാനാർത്ഥി നിർണയത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും നേതാക്കൾ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തു നിന്നും വന്ന ഏതെങ്കിലും സംവിധാനമൊന്നുമല്ല. നേതാക്കൾ യോഗം ചേർന്ന് എല്ലാ വശവും പരിശോധിച്ച ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം എടുക്കുന്ന തീരുമാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് തീരുമാനമായി വരേണ്ടിയിരുന്നത്. അത്തരമൊരു ചർച്ച നടത്തി എടുത്ത തീരുമാനപ്രകാരമാണ് MV ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. വിജയമാണ് അനിവാര്യമെങ്കിൽ ഒരിക്കലും MV ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കാൻ പാർട്ടിയിലെ വിവാദ നേതാവ് ഉണ്ടാക്കിയ തിരക്കഥ പ്രകാരമാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന ആരോപണത്തിന് പ്രസക്തിയേറുന്നതും ഇവിടെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപ് ഈ നേതാവുമുള്ള അടുപ്പം തുറന്നു പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടത് സൈബർ ഇടങ്ങളിൽ പോലും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും ആ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ആളല്ല എന്നതും പ്രബല ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് സ്വീകാര്യനല്ല എന്നതുമാണ് തിരിച്ചടിയായത്. അവിടെ മുൻ MLA രാജു എബ്രഹാം ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സാധ്യത വർദ്ധിക്കുമായിരുന്നു. കൊല്ലത്ത് മുകേഷ് MLA-യെ നിർത്തിയതും ഒരു പാളിച്ചയാണ്. മണ്ഡലത്തിലെ ജനങ്ങളുടെ മാത്രമല്ല പാർട്ടി അണികളുടെ വികാരം പോലും മാനിക്കാത്ത സ്ഥാനാർത്ഥി നിർണയമായിരുന്നു അത്. സമസ്ത പിന്തുണയ്ക്കുമെന്ന് കരുതി മുൻ ലീഗ് നേതാവ് KS ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതും വലിയ തിരിച്ചടിയായാണ് മാറിയിരിക്കുന്നത്. CPM ജില്ലാ നേതൃത്വം ആദ്യം മുന്നോട്ട് വെച്ച പേര് വെട്ടിയാണ് KS ഹംസയെ അവിടെ രംഗത്തിറക്കിയിരുന്നത്. ഇതെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകളാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയ വെളിപ്പെടുത്തൽ മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ആശങ്കയിലാഴ്ത്തുന്നതായിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വീട്ടിലെത്തിയ കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ വെളിപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. UDF വലിയ രൂപത്തിൽ ഇതും ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. EP-യുടെ അനവസരത്തിലെ പ്രതികരണം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടിയിരുന്ന മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ സാരമായി ബാധിച്ചതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഇനിയെങ്കിലും തുറന്നുപോയില്ലെങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് കാണിക്കുന്ന അനീതിയാവുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. വിമർശനവും സ്വയം വിമർശനവും നടത്തുന്ന CPM ഇക്കാര്യങ്ങൾ ആഴത്തിൽ പരിശോധിച്ച് തെറ്റുതിരുത്തൽ നടപടിക്ക് തയ്യാറാക്കണം. ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ അസ്തമിച്ചാൽ അത് കേരളം അസ്തമിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇതുവരെ പറയുന്നത്. പക്ഷേ എന്നാൽ ഇടതുപക്ഷം എന്നത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്ര നീണ്ട വർഷത്തെ ഭരണം കൊണ്ട് പിണറായിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതും ഭരണവിരുദ്ധ വികാരം മാത്രമാണ്. മാത്രമല്ല നേതാക്കളെല്ലാം തൻ കാര്യങ്ങൾ മാത്രം നോക്കി കോടികൾ സമ്പാദിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. നന്ദി.